Hello everyone, welcome back to Learn Wise. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് MPSC 004 എന്ന പേപ്പർ ആണ് അല്ലെ. അപ്പം ആ പേപ്പറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള പ്രീ മോഡേൺ സോഷ്യൽ റിലീജിയസ് പൊളിറ്റിക്കൽ തോട്ട് ഇൻ ഇന്ത്യ ദ ഡൈവേഴ്സ് ട്രാൻസ് എന്ന യൂണിറ്റിന്റെ ഫസ്റ്റ് പാർട്ടാണ് എടുക്കുന്നത്. അപ്പൊ രണ്ട് പാർട്ടുകളിലൂടെ ആയിട്ടോ നമ്മൾ ഈ ഒരു യൂണിറ്റ് കവർ ചെയ്യുന്നത്. അപ്പം മാക്സിമം നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ എടുക്കും, അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ടോപ്പിക്കുകൾ നമ്മൾ അടുത്ത ക്ലാസ്സിലായിട്ട് തീർക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞില്ലേ എന്തൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷന്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ത്യയുടെ ഈ ഒരു മോഡേൺ പൊളിറ്റിക്കൽ തോട്ട് അഥവാ ഇന്ത്യയിലെ ഈ ഒരു ആധുനിക രാഷ്ട്രീയ ചിന്തയെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ ആ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ചിന്തയുടെ വികസനത്തിന്റെ ചരിത്രം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം മോഡേൺ കാലഘട്ടത്തിലെ ഈ ഒരു പൊളിറ്റിക്കൽ തോട്ട് എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ പ്രീ മോഡേൺ കാലഘട്ടത്തിൽ എന്തായിരുന്നു സംഭവിച്ചിട്ടുള്ളത്, അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയ ചിന്തയുടെ എവല്യൂഷൻ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഇന്ത്യയുടെ കേസ് എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ചിന്ത എന്ന് പറയുന്നത് നമുക്ക് ഗ്രീസിൽ ഇപ്പം അരിസ്റ്റോട്ടലിനെയും പ്ലാറ്റോനെയും ഒക്കെയാണ് അവിടുത്തെ രാഷ്ട്രീയത്തിന്റെ പിതാക്കന്മാരായിട്ട് പറയുന്നത് എങ്കിൽ ഇന്ത്യക്കും അത്തരത്തിൽ ഗ്രീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യക്കും ആ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇന്ത്യക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം ഇന്ത്യയിൽ നമ്മൾ പ്രധാനപ്പെട്ട നമ്മളുടെ സ്രോതസ്സുകൾ അഥവാ സോഴ്സസ് മനുസ്മൃതി, ഫത്വാഹി ജഹാൻദാരി, ഐനി അക്ബരി തുടങ്ങിയിട്ടുള്ള പുസ്തകങ്ങളിലൊക്കെ തന്നെയും ഇന്ത്യയുടെ ആ ഒരു രാഷ്ട്രീയ ചിന്തയെ കുറിച്ചിട്ട് വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളുടെ രാഷ്ട്രീയ ചിന്തയിലുള്ള പല കോൺസെപ്റ്റുകളും, അതായത് മൊണാർക്കി, റിപ്പബ്ലിക്കനിസം, വെൽഫെയർ സ്റ്റേറ്റ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ഡിപ്ലോമസി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ആശയങ്ങളും ഓൾറെഡി എന്താണ് പുരാതന കാലഘട്ടത്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം അതിനുള്ള തെളിവുകളാണ് നമുക്ക് ഈ മനുസ്മൃതി, അർത്ഥശാസ്ത്ര, ഫത്വാഹി ജഹാൻദാരി, ഐനി അക്ബരി തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നമ്മൾക്കറിയാം ഇന്ത്യയിലെ ഏത് തരത്തിലുള്ള ഒരു ഭരണ രീതിയാണ് അല്ലെങ്കിൽ ജനങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു സ്റ്റേറ്റ് ആയിരുന്നു ഇന്ത്യ, ഓൾറെഡി ഒരു സ്റ്റേറ്റ് ആയിരുന്നു. അപ്പൊ വേദകാലഘട്ടത്തിലൊക്കെ നോക്കുന്ന സമയത്ത് ഒരു സ്റ്റേറ്റിന്റെ രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അല്ലല്ലേ. എങ്ങനെയാണ് ജനങ്ങൾ ജീവിച്ചിട്ടുള്ളത്? അവർ ഗോത്രങ്ങളായിട്ടാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഓരോ ഗോത്രത്തിനും ഓരോ തലവന്മാരാണ് ഉണ്ടായിരുന്നത്. അപ്പൊ പിന്നീട് ഈ ഓരോ ഗോത്രങ്ങളിൽ അഥവാ ട്രൈബ്സിലും ജനങ്ങളുടെ ആ ഒരു എണ്ണം കൂടുന്നതിനനുസരിച്ച് പോപ്പുലേഷൻ ഗ്രോത്തിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് അൾട്ടിമേറ്റ്ലി അതിന്റെ സ്റ്റേറ്റ് ഫോർമേഷനിലേക്കും എത്തിക്കുന്നത്. അപ്പം ഇന്ത്യയുടെ ഒരു മോഡേൺ പൊളിറ്റിക്കൽ തോട്ടിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പ് എന്തൊക്കെയായിരുന്നു നടന്നിട്ടുള്ളത്, അതായത് വേദകാലഘട്ടം മുതൽ പിന്നീട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത് വരെയുള്ള ഒരു കാലഘട്ടത്തിന്റെ ഇടയിലായിട്ട് ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഫീൽഡില് പലതരത്തിലുള്ള എക്സ്പീരിയൻസുകളും അതുപോലെ തന്നെ പല കാര്യങ്ങൾ അവർ എന്തായിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇവോൾവ് ചെയ്തിട്ടാണ് ഇന്നത്തെ രീതിയിലുള്ള ഈ ഒരു മോഡേൺ പൊളിറ്റിക്കൽ തോട്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഓരോ കാലഘട്ടത്തിലും ഏഷ്യൻ പീരിയഡിൽ എങ്ങനെയായിരുന്നു, ദെൻ മിഡീവൽ കാലഘട്ടത്തില് ഒരു രാഷ്ട്രീയ ചിന്തയെ കുറിച്ചിട്ടുള്ള ആ ഒരു എവിഡൻസ് നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്നുള്ളതൊക്കെ നോക്കാം. അപ്പൊ ഫസ്റ്റ് വൺ, സ്റ്റേറ്റ് ആൻഡ് സോവറിനിറ്റി ഇൻ ഏൻഷ്യൻ ഇന്ത്യ എന്നുള്ളതാണ്. അപ്പം ഇതില് നമ്മൾക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരിയാണ്, ചരിത്രകാരിയാണ് ആര്, നമ്മളുടെ റോമില താപ്പാർ. അപ്പൊ റോമില താപ്പാർ അവരുടെ ഹിസ്റ്ററി ആൻഡ് ബിയോണ്ട് എന്ന് പറയുന്ന ഒരു കളക്ഷൻ ഓഫ് എസ്സേ ആണ്. അപ്പം അതിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇന്ത്യ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു ലീനേജ് ബേസ്ഡ് കമ്മ്യൂണിറ്റി ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് അതിൽ അവർ കാരണങ്ങളായിട്ട് പറയുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത്,
എക്കണോമിക് ചേഞ്ച്, സോഷ്യൽ ഡൈവേഴ്സിറ്റി. അപ്പം ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ ഒരു ലീനേജ് ബേസ്ഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നും, അതായത് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് ലീനേജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു. സോ ഇങ്ങനെ പോപ്പുലേഷൻ ഗ്രോത്ത് ഒക്കെ ഉണ്ടായതോട് കൂടിയിട്ട് പിന്നീട് അത് സ്റ്റേറ്റ് സിസ്റ്റത്തിലേക്ക് മാറി എന്നുള്ളതാണ് റോമില താപ്പാർ പറയുന്നത്. നമ്മൾ പറഞ്ഞു വേദകാലഘട്ടം നോക്കുമ്പോൾ അവിടെ എന്താണ് ഉണ്ടായിരുന്നത്, ഒരു ട്രൈബൽ ആണ് അല്ലെ, ട്രൈബൽ പീപ്പിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവര് മെയിൻലി അവരുടെ ഒരു ജോലി എന്തായിരുന്നു, പാസ്റ്ററൽ എക്കോണമി ആയിരുന്നു അല്ലെ അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പം വേദകാലഘട്ടത്തിൽ ഈ ഒരു ലീനിയേജ് സിസ്റ്റത്തിൽ നിന്നും പിന്നീട് സ്റ്റേറ്റ് ഫോർമേഷനിലേക്ക് മാറാണ് ചെയ്തിട്ടുള്ളത്. അപ്പം എന്താണ് ഇവിടെ ലീനേജ് ബേസ്ഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്? അതായത് അതെന്താണ്, എക്സ്റ്റെൻഡഡ് ഫാമിലീസ് ആയിരിക്കും. ഇപ്പൊ ഒരു കുടുംബത്തിലെ ആ ഒരു മൂത്ത പുരുഷൻ ആരോ അവരായിരിക്കും ആ ഒരു കമ്മ്യൂണിറ്റിയെ റൂൾ ചെയ്യണ്ടാവുക. അതിനെയാണ് നമ്മൾ ലീനേജ് ബേസ്ഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ പല കമ്മ്യൂണിറ്റി ഉണ്ടാവും, ആ കമ്മ്യൂണിറ്റികളുടെ സൈസ് ഡിഫറെന്റ് ആയിരിക്കും. ഒരേ എല്ലാ കമ്മ്യൂണിറ്റിയും അത്ര തന്നെ എന്താണ് ലെങ്തിയസ്റ്റ് ആവണമെന്നില്ല. ചിലത് സ്മോളർ ആയിരിക്കും, ചിലത് നല്ല ലോങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഒരു കമ്മ്യൂണിറ്റിയുടെ, ഒരു സൊസൈറ്റിയുടെ ആ ഒരു സൈസിനെ പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമതായിട്ട് അവർക്ക് ലഭിക്കുന്ന ഫുഡ്, ദെൻ ലീവ് സ്റ്റോക്ക്, ദെൻ അങ്ങനെ പല കാര്യങ്ങള് അതൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഫുഡൊക്കെ നല്ലോണം കിട്ടുകയാണ്, അവർക്ക് ലീവ് സ്റ്റോക്സ് ഒക്കെ ഉണ്ട്, അപ്പം അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള എക്കോണമിക് ഗ്രോത്ത് ഉണ്ടാവും. സോ അവർക്ക് എന്ത് സംഭവിക്കും, കൂടുതൽ മെമ്പേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും. ഇനി ഇതൊന്നും ഫുഡൊന്നും ഇല്ലാത്ത ഒരു കമ്മ്യൂണിറ്റി ആകുമ്പോൾ അവർക്ക് അവിടെ ഒരു സ്കേഴ്സിറ്റി ഉണ്ടാവുന്ന സമയത്ത് അവിടെ കുറച്ച് മെമ്പേഴ്സിനെ മാത്രമേ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെ ഓരോ കമ്മ്യൂണിറ്റീസിന്റെയും സൈസ് ഡിഫറെന്റ് ആണ്. സോ അതേപോലെ തന്നെ പല സമയങ്ങളിലും ഈ ഒരു ജിയോഗ്രഫി ആൻഡ് ക്ലൈമറ്റ് ഓരോ കമ്മ്യൂണിറ്റീസിന്റെയും ഈ ഒരു സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഫെർട്ടൈൽ ലാൻഡ്സിലൊക്കെ ജീവിക്കുന്ന കമ്മ്യൂണിറ്റീസ് ആണെങ്കിൽ അവർക്ക് അവിടെ നല്ല അഗ്രികൾച്ചറൽ ഗ്രോത്ത് ഉണ്ടാവും. സോ അവർക്ക് നല്ല എന്താവും, ധാന്യങ്ങളൊക്കെ ലഭിക്കും. സോ അവർക്ക് കൂടുതലായിട്ടുള്ള മെമ്പേഴ്സിനെ അവർക്ക് എന്താക്കും, അഫോർഡ് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ ഡ്രൈ ഏരിയാസിൽ ജീവിക്കുന്ന ആളുകൾക്കോ അവർക്ക് അവിടെ നല്ല രീതിയിലുള്ള കൃഷിയൊന്നും നടക്കുന്നുണ്ടാവില്ല. സോ അവർക്ക് അതിന് സാധിക്കില്ല. അപ്പം ഇങ്ങനെയാണ് ഓരോ കമ്മ്യൂണിറ്റീസിന്റെയും സൈസ് ഡിഫറെന്റ് ആണ് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റീസ് ഉണ്ടാവുന്ന സമയത്ത് പല ആളുകളും എന്താക്കും, മറ്റു കമ്മ്യൂണിറ്റീസുമായിട്ട് മാരേജ് അലയൻസ്, മാട്രിമോണിയൽ അലയൻസിൽ അവർ ഏർപ്പെടുമ്പോൾ അവർ കുറച്ചും കൂടി എന്താവും, എക്സ്റ്റെൻഡ് ആവും, കുറച്ചും കൂടി അവർ ലാർജ് ആവും. സോ ഇങ്ങനെ കൂടുതലായിട്ടുള്ള സമ്പത്തും അതുപോലെ തന്നെ കൂടുതൽ ബന്ധങ്ങളുമുള്ള കമ്മ്യൂണിറ്റീസ് എന്താവും, അവർ റൂളേഴ്സിനെ പോലെ പെരുമാറാൻ തുടങ്ങി. ബാക്കി ചെറിയ ചെറിയ കമ്മ്യൂണിറ്റീസ് റൂൾഡ് ആയിട്ട് മാറി. സോ ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ അവിടെ കൃത്യമായിട്ടുള്ള ഒരു അതോറിറ്റി ഇല്ല. അപ്പം അത്തരത്തിൽ ആ ഒരു അതോറിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒബ്വിയസ്ലി എന്തുണ്ടാവും, അരാജകത്വം ഉണ്ടാവും. അപ്പം ഇത്തരത്തിൽ ഒരു കൃത്യമായിട്ടൊരു കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനും നിയമങ്ങളൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു അതോറിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, അനാർക്കിക് സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവുക. സോ ഈ ഒരു സംഭവത്തെ മഹാഭാരതയുടെ മത്സ്യന്യായയില് അതിനുള്ളൊരു താരതമ്യം നൽകുന്നുണ്ട്, ഒരു അനലോജി നൽകുന്നുണ്ട്. അതിൽ പറയുന്നത്, ഇൻ ശാന്തി പർവ ഓഫ് മഹാഭാരത we find reference to Malsinyaya, a condition in which small fishes become prey to big fishes. അപ്പം മഹാഭാരതത്തിലെ ശാന്തി പർവയിലാണ് ഈ ഒരു മത്സ്യന്യായ എന്നുള്ള ഒരു റെഫറൻസ് നൽകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ റൂളേഴ്സും ഉണ്ട്, റൂൾഡ് പീപ്പിൾസും ഉണ്ട്. അപ്പം റൂളേഴ്സ് എന്ന് പറയുന്നത് ആരെയും നമ്മൾ പറഞ്ഞിട്ടുള്ളത്, കുറെ ലാൻഡും അതേപോലെ തന്നെ കുറെ ബന്ധങ്ങളൊക്കെ ഉള്ള ഫാമിലീസ് ആണ്. അവരെന്താക്കും, അവര് ഈ റൂൾഡ് ആയിട്ടുള്ള സ്മോൾ ഫാമിലീസിനോടുള്ള അവരുടെ ബിഹേവിയർ ആണെങ്കിലും അവരെ ഒരു എന്താണ്, ഒരു ഭയങ്കര താഴ്ന്ന വിഭാഗത്തിലുള്ള താഴ്ന്ന ആളുകളൊക്കെ അയച്ചാണ് ഇവര് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു സംഭവത്തെയാണ് മഹാഭാരതയിൽ റെഫർ ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെ റെഫർ ചെയ്യുന്നത് എന്താണ്, സ്മോൾ ഫിഷസ് ബിക്കം പ്രേ ടു ബിഗ് ഫിഷസ്. ബിഗ് ഫിഷസ് എന്ന് പറയുന്നത് റൂളേഴ്സും സ്മോൾ ഫിഷസ് എന്ന് പറയുന്നത് റൂൾഡ് പീപ്പിളും ആണ്. സോ ഇങ്ങനെ ഈ ഒരു അനാർക്കിക് സിറ്റുവേഷൻ ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു സമൂഹത്തിലെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ആരുടെ ആവശ്യമുണ്ട്, ഒരു കിങ്ങിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അവിടെയാണ് കിങ്ങിന്റെ ഒരു ഒറിജിൻ ഉണ്ടാവുന്നത്. കിങ്ങിന്റെ ഒറിജിനുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും രണ്ട് തിയറീസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, ഡിവൈൻ ഒറിജിൻ ഓഫ് കിങ്ഷിപ്പ് എന്നുള്ളതാണ്. അപ്പം ഈ ഡിവൈൻ ഒറിജിൻ ഓഫ് കിങ്ഷിപ്പിലൂടെ പറയുന്നത് ജനങ്ങൾ എന്താക്കാണ്, ഈ ഒരു അനാർക്കിക് സിറ്റുവേഷനൊക്കെ
അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയിൽ ദൈവത്തിനോട് അവർക്കൊരു ഭരണാധികാരിയെ വേണം എന്നുള്ള ഒരു കാര്യം അവരെ അപ്പീൽ ചെയ്യാണ്. അതിന്റെ ഭാഗമായിട്ടാണ് രാജാവ് ഉണ്ടായത് എന്നുള്ളതാണ് ഒരു തിയറി. രണ്ടാമത്തെ തിയറി സോഷ്യൽ കോൺട്രാക്ട് തിയറി ഓഫ് കിങ്ഷിപ്പ് എന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ ദൈവത്തിനോടുള്ള ഒരു അപ്പീൽ കൊണ്ടൊന്നല്ല ഒരു രാജാവിനെ ഉണ്ടായിട്ടുള്ളത്, മറിച്ച് ജനങ്ങൾ തന്നെ ഒരാളെ അങ്ങോട്ട് സെലക്ട് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളതാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി ഓഫ് കിങ്ഷിപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് ഒരു സ്റ്റേറ്റിന്റെ ഫോർമേഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അവിടെ രാജാവ് ഒരു സ്റ്റേറ്റിൽ അത്യാവശ്യമാണ്. രാജാവിന്റെ ആ ഒരു ഒറിജിനെ കുറിച്ചിട്ടുള്ള രണ്ട് തിയറീസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഡിവൈൻ ഒറിജിൻ ഓഫ് കിങ്ഷിപ്പ് ആണ്, രണ്ടാമത്തേത് സോഷ്യൽ കോൺട്രാക്ട് തിയറി ഓഫ് കിങ്ഷിപ്പ് ആണ്. ക്ലിയർ? ഇനി മഹാഭാരതത്തിലെ ഈ ഒരു ശാന്തി പർവയില് തന്നെ ഒരു സ്റ്റേറ്റിന് ഉണ്ടായിരിക്കേണ്ട 7 കോൺസ്റ്റിറ്റ്യുവൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആരാണ്? സ്വാമിനാണ്. ഓർ ദ സോവറിൻ. സോവറിൻ മീൻസ് പരമാധികാരി. അപ്പം ഈ സ്വാമിനായിരിക്കും ആ സ്റ്റേറ്റിന്റെ ഹെഡ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളായിരിക്കും അവിടെ ഏറ്റവും അവസാനത്തെ ഒരു തീരുമാനം എന്ന നിലയിൽ ഉണ്ടാവാം. ഒരു പരമാധികാരി എന്ന് പറയുന്നത് ആരാണ്? ഈ സ്വാമിനാണ്. ആൻഡ് അമാത്യ ഓർ ദ ഒഫീഷ്യൽസ്. രണ്ടാമത്തെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസ് വരുന്നത് ആരാണ്? അമാത്യ അഥവാ ഒഫീഷ്യൽസ്, അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അപ്പം ഈ സ്വാമിന്റെ അഡ്മിനിസ്ട്രേഷനിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഉപദേശങ്ങളും നൽകുന്നത് ഈ ഒരു അമാത്യാസ് ആയിരിക്കും. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് ജനപദ ഓർ ദ ടെറിട്ടറി. ഇപ്പം ജനപദ എന്താണെന്ന് അറിയാലോ അല്ലെ? ആ ഒരു ടെറിട്ടറിക്കാണ് ജനപദ എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ ദുർഗ ഓർ ദ ഫോർട്ട്. ദെൻ കോശ ഓർ ദ ട്രഷറി. ദെൻ ദണ്ഡ ഓർ ദ ആർമി. ദെൻ മിത്ര ഓർ ദ അലൈസ്. അപ്പൊ ഇത്രയാണ് മഹാഭാരതയുടെ ശാന്തി പർവ്വത്തിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള 7 കോൺസ്റ്റിറ്റ്യുവൻസ് എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ പുരാതന കാലം മുതൽ തന്നെ പല ആശയങ്ങളും, ഇന്ന് നമ്മളുടെ രാഷ്ട്രീയത്തിലുള്ള പല ആശയങ്ങളും ഓൾറെഡി ഇന്ത്യയിൽ എക്സിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം അതിന് നമുക്ക് ലഭിക്കുന്ന എവിഡൻസുകൾ, അപ്പൊ നമുക്ക് ഓരോ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഏഷ്യൻ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മനുസ്മൃതി, അർത്ഥശാസ്ത്ര, അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറുകള്, ദെൻ സംഘം ലിറ്ററേച്ചർ, ഇതിലൊക്കെ ഏത് രീതിയിലാണ്, എന്തൊക്കെ ആശയങ്ങളാണ് അവര് പുരാതന കാലഘട്ടത്തിലും ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് മനുസ്മൃതി നോക്കാം. അപ്പൊ മനുസ്മൃതി സ്ട്രോങ്ലി അഡ്വക്കേറ്റഡ് ഫോർ എ പൊളിറ്റിക്കൽ അതോറിറ്റി. അപ്പൊ ഒരു പൊളിറ്റിക്കൽ അതോറിറ്റിക്ക് മനുസ്മൃതിയിലൂടെ ശക്തമായിട്ട് അഡ്വക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മനുവിന്റെ അഭിപ്രായത്തില് ഒരു സ്റ്റേറ്റില് അവിടുത്തെ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു സ്റ്റേറ്റിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഒരു അതോറിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഡിസോർഡേഴ്സ് ഉണ്ടാവും. ആ ഒരു സൊസൈറ്റിയിൽ ഡിസോർഡേഴ്സ് ഉണ്ടാവും. ജനങ്ങൾ തമ്മിൽ പരസ്പരം കലഹങ്ങളും ആക്രമണങ്ങളും ഒക്കെ ഉണ്ടാവും. സോ ഇതിനെയൊക്കെ നിയന്ത്രിക്കാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ലപോലെ നടപ്പിലാക്കുന്നതിനും വേണ്ടിയിട്ട് ഒരു ശക്തനായിട്ടുള്ള ഒരു അധികാരി, ഒരു അതോറിറ്റി വേണമെന്നുള്ള ഒരു നിലപാടാണ് മനുവിന് ഉണ്ടായിരുന്നത്. ദെൻ മനുസ്മൃതിയില് ഒരു കിങ്ങിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയായിരിക്കണം എന്നുള്ളതും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് ദ കിങ് ടു എൻഷുർ ജസ്റ്റിസ് ഇൻ ദ സൊസൈറ്റി ആൻഡ് പ്രൊട്ടക്ട് ദ വീക്ക്. അപ്പൊ മനുസ്മൃതിയിൽ പറയുന്നത് ഒരു രാജാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ഒരു രാജാവാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജനങ്ങൾക്കിടയിൽ ആ ഒരു സമാധാനം കൊണ്ടുവരിക, അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക, ദുർബലരായിട്ടുള്ള ആളുകളുടെ വെൽഫെയർ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് രാജാവിന്റെ പ്രധാന ദൗത്യം എന്നുള്ളതാണ് മനുസ്മൃതിയിലൂടെ പറയുന്നത്. ഇതിനു പുറമെ അദ്ദേഹത്തിന്റെ മറ്റു പല ഡ്യൂട്ടീസും മനു പറയുന്നുണ്ട്. By taking his due, by preventing the confusion of the caste, and by protecting the weak, and the power of the king grows, and he prospers in this world and after death. അപ്പം മനു പറയുന്ന പിന്നീട് രാജാവിന്റെ ഡ്യൂട്ടീസ് ആയിട്ട് പറയുന്നത് ടാക്സ് ഒക്കെ കൃത്യമായിട്ട് കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ മനുസ്മൃതിയിൽ നമുക്കറിയാം കാസ്റ്റ് സിസ്റ്റത്തിനെ അവര് ഫേവർ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു കാസ്റ്റ് സിസ്റ്റം അതുപോലെ തന്നെ സംരക്ഷിച്ചു പോവുക, അതിന് യാതൊരു കോട്ടവും സംഭവിക്കാതെ അത് നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതും ഒരു രാജാവിന്റെ ഡ്യൂട്ടിയാണ്. ദെൻ ദുർബലരായിട്ടുള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുക.
അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ ഒരു രാജാവിന്റെ ആ ഒരു പ്രൗഢി, അദ്ദേഹത്തിന്റെ പ്രതാപം ഈ ഒരു ലൈഫിലും ലൈഫ് ആഫ്റ്റർ ഡെത്തിലും അത് വർദ്ധിക്കും എന്നുള്ള ഒരു കാര്യമാണ് മനുസ്മൃതിയിലൂടെ പറയുന്നത്. മനുസ്മൃതിയിലൂടെ ഈ ഒരു സോഷ്യൽ ഹൈറാർക്കി, കാസ്റ്റ് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ അവർ ഫേവർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു മനുവിന്റെ അഭിപ്രായത്തില് നീതി എന്ന് പറയുന്നത് എല്ലാ കാസ്റ്റിലുമുള്ള ആളുകൾക്ക് ഒരുപോലെ ആയിരുന്നില്ല. അപ്പം ഓരോ ആളുകളുടെയും കാസ്റ്റിനനുസരിച്ച് അവർക്കുള്ള നിയമവും മാറും എന്നുള്ളതാണ്. ഇപ്പം ക്ഷത്രിയനായിട്ടുള്ള ഒരാൾ ചെയ്ത് അയാൾ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു ശിക്ഷയായിരിക്കില്ല ബ്രാഹ്മണനായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുക. അല്ലെങ്കിൽ അതിലും കൂടിയിട്ടുള്ള ശിക്ഷയായിരിക്കും വൈശ്യർക്കും ശൂദ്രർക്കും ഒക്കെ ലഭിക്കുക. അപ്പൊ ഒരാളുടെ കാസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവർ ചെയ്യുന്ന ഒരു കുറ്റത്തിനുള്ള ഒരു ശിക്ഷ അവർക്ക് ലഭിക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞു, ഒരു കിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ദൈവമാണല്ലേ അത് ഒരു കിങ്ങിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ദൈവം നൽകിയിട്ടുള്ളതാണ് ഒരു കിങ് എന്ന് പറയുന്നത്. പക്ഷെ എവിടെ ആ ഒരു രാജാവിന് അധികാരം ഉണ്ടായിരിക്കെ അദ്ദേഹത്തിന് പല കാര്യങ്ങളും തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ബ്രാഹ്മൺസിന്റെ ആ ഒരു അഡ്വൈസ് കൂടി വേണം. കാരണം ബ്രാഹ്മൺസിനെയാണ് അവര് ജ്ഞാനിയായിട്ടുള്ള ആളുകളായിട്ട് കണക്കാക്കുന്നത്. സോ ബ്രാഹ്മൺസിന്റെ ഒരു അഡ്വൈസ് കൂടി മാത്രമേ രാജാവിന് പല കാര്യങ്ങളും തീരുമാനിക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാര്യമാണ് മനുസ്മൃതിയിലൂടെ പറയുന്നത്. രാജാവിന് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല, അവിടെ ആരുടെ അഭിപ്രായം കൂടി നേടണം, ബ്രാഹ്മണരായിട്ടുള്ള അഥവാ പണ്ഡിതരായിട്ടുള്ള ആളുകളുടെ അഭിപ്രായം കൂടി തേടണം എന്നുള്ളതാണ്. ദെൻ മനുസ്മൃതിയില് ഡീസെൻട്രലൈസേഷനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അപ്പൊ മനു പ്രിസ്ക്രൈബ് ദ സ്ട്രക്ചർ ഓഫ് സ്റ്റേറ്റ് in terms of villages, districts and provinces which resembles our present day structure of administration. ഇപ്പൊ മനുസ്മൃതിയിൽ പറയുന്ന ഒരു സ്റ്റേറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മളുടെ ഇന്നത്തെ ആ ഒരു സ്റ്റേറ്റിന്റെ സ്ട്രക്ചർ എന്താണ് ആ ഒരു രീതിയിലായിരുന്നു. അപ്പൊ വില്ലേജസ് ആണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് വരുന്നത്, ദെൻ അതിന്റെ വലുതായിട്ട് വരുന്ന ഡിസ്ട്രിക്റ്റ് ആണ്, ദെൻ ഫൈനലി പ്രോവിൻസസ്. അപ്പം ഈ ഒരു രീതിയിലുള്ള സ്റ്റേറ്റ് സ്ട്രക്ചർ ആയിരുന്നു മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് ആദ്യം വരുന്നത് പ്രോവിൻസസ് ആണ്, പ്രോവിൻസസിന് ശേഷം വരുന്നത് ഡിസ്ട്രിക്ട്സ് ആണ്, ഡിസ്ട്രിക്ട്സിന് ശേഷം വരുന്നതാണ് ആര്, വില്ലേജസ്. അപ്പം ഇങ്ങനെ ഈ ഒരു ഡീസെൻട്രലൈസേഷന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെ പ്രാദേശികപരമായിട്ടുള്ള പല കാര്യങ്ങളും പല പ്രോബ്ലംസിന്റെയും ആ ഒരു സൊല്യൂഷൻ അവിടെ നിന്ന് തന്നെ കിട്ടുമെന്നുള്ളതാണ്. അപ്പം രാജാവിന് അത്ര തന്നെ ബേർഡൻ വരുന്നില്ല. അപ്പം ഇത്തരം പ്രാദേശികമായിട്ടുള്ള പല കാര്യങ്ങളും ഇങ്ങനെ തന്നെ തീരുമാനമായി പോവും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് മനുസ്മൃതിയിലൂടെ രാജാവിന് നമ്മൾ പറഞ്ഞു ഒരു ബ്രാഹ്മൺസിന്റെ ഒരു അഡ്വൈസോട് കൂടി മാത്രമേ രാജാവിന് പല തീരുമാനങ്ങളും എടുക്കാൻ സാധിക്കൂ എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ മനുസ്മൃതിയിലൂടെ രാജാവിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഥവാ അഡ്വൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പണ്ഡിത സഭ വേണമെന്നുള്ള ഒരു കാര്യം കൂടി നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പണ്ഡിത സഭ കൊണ്ടുവരുന്നതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് രാജാവ് ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാതിരിക്കാനും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഒരു അഭിപ്രായം ഭരണത്തിൽ ഉൾപ്പെടുത്താനും വേണ്ടിയിട്ടായിരിക്കാം അത്തരത്തിലുള്ള ഒരു പണ്ഡിത സഭയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവുക. അപ്പം ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ആ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ പുരാതന കാല ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, അതിനെയൊക്കെ മാനിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ദെൻ ഈ ഓരോ മെമ്പേഴ്സും അവരെടുക്കുന്ന പല തീരുമാനങ്ങളും നിഷ്പക്ഷമായിട്ട് വേണം അവര് തീരുമാനം എടുക്കാനും. അതും ഭയത്തോടു കൂടി അല്ലാതെയും ഒരു ഭയമില്ലാതെയും ആരോടും ഒരു ചായ്വില്ലാതെയും ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അവര് എല്ലാ കാര്യങ്ങളിലും തീരുമാനം എടുക്കേണ്ടത് എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. Then village and district authorities were suggested to function independently and only when there was any need the king was expected to help. So village അതോറിറ്റീസും ഡിസ്ട്രിക്ട് അതോറിറ്റീസും ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ഇനി രാജാവിന് ആവശ്യമുള്ള സമയങ്ങളിൽ ഈ വില്ലേജ് ആൻഡ് ഡിസ്ട്രിക്ട് അതോറിറ്റീസ് രാജാവിനെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടി മനുസ്മൃതിയിലൂടെ പറയുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി ഒരു കിങ്ങിന്റെ മെയിൻ ദൗത്യം എന്ന് പറയുന്നത് എന്താണ്, രാജ്യത്തെ ജനങ്ങളുടെ വെൽഫെയർ ആണ്. അവരുടെ ഒരു ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു രാജാവിന്റെ മെയിൻ ഡ്യൂട്ടി ആയിട്ട് മനുസ്മൃതിയിലൂടെ പറയുന്നത്. അപ്പം അതിന് ഏത് പാവപ്പെട്ട ആളുകളായാലും അതുപോലെ തന്നെ ദുർബലരായിട്ടുള്ള ആളുകളാണെങ്കിലും ദരിദ്രരായിട്ടുള്ള ആളുകളാണെങ്കിലും
അവരുടെയൊക്കെ കണ്ണീരൊപ്പ അവർക്ക് ജീവിതത്തിൽ സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഇതായിരിക്കണം ഒരു രാജാവിന്റെ ഡ്യൂട്ടി എന്നുള്ളതാണ് മനുസ്മൃതിയിലൂടെ പറയുന്നത്. ബി ആർ മെഹ്ത നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ ഒരു പ്രഗത്ഭനായിട്ടുള്ള ചരിത്രകാരനാണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് എന്ന വർക്കിൽ ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇന്ന് നമ്മളുടെ രാഷ്ട്രീയത്തിലുള്ള പല ആശയങ്ങൾ, ഡീസെൻട്രലൈസേഷന്, വെൽഫെയർ സ്റ്റേറ്റ്, പബ്ലിക് ഒപ്പീനിയൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി ഏൻഷ്യൻ ഇന്ത്യയിലെ ഈ ഒരു മനുസ്മൃതിയിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന്റെ ഈ ഒരു വർക്കിലൂടെ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് മനുസ്മൃതിയിലുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് നമുക്ക് ലഭിച്ചിട്ടുള്ള ആശയങ്ങളെ കുറിച്ചിട്ട് പറയാനുള്ളത്. അടുത്തതായിട്ട് വരുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ലിറ്റററി സോഴ്സ് ആണ് അർത്ഥശാസ്ത്ര എന്നുള്ളത്. അപ്പം നമ്മള് ചരിത്രം പഠിക്കാൻ തുടങ്ങിയിട്ടുള്ള കാലം മുതൽ തന്നെ എല്ലാവരും കേൾക്കുന്ന ഒരു പുസ്തകമായിരിക്കും അർത്ഥശാസ്ത്ര ബൈ കൗടില്യ എന്നുള്ളത്. അപ്പം അർത്ഥശാസ്ത്രയുടെ പേരിലും പലതരത്തിലുള്ള ഡിബേറ്റ്സ് ഉണ്ട്. അതായത് അതിന്റെ ഓതർഷിപ്പിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും അതിന്റെ ആ ഒരു ഡേറ്റിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഒക്കെ ഡിബേറ്റ്സ് ഉണ്ട്. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഈവൻ അർത്ഥശാസ്ത്രയിൽ തന്നെ പല ഇന്റർപൊളേഷൻസ് ഉണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ നമുക്ക് എന്താണ് നോക്കാനുള്ളത്? നമ്മളുടെ ഈ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ചിന്തയിൽ അർത്ഥശാസ്ത്രയിൽ എന്തൊക്കെ എവിഡൻസുകളാണുള്ളത്, ഇന്ത്യയിൽ ഓൾറെഡി അത് എക്സിസ്റ്റഡ് ആയിരുന്നു, എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാനുള്ളത്. അപ്പം അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, അത്രയും നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു വർക്ക് ആണ് അല്ലെ. അതായത് നമ്മളിപ്പോ മൗര്യൻ സാമ്രാജ്യത്തെ കുറിച്ച് പഠിക്കണമെങ്കിലും ഓരോ സ്റ്റേറ്റിന്റെ ഫങ്ഷൻസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഫങ്ഷൻ ചെയ്യുന്നതിന്റെ മെത്തേഡ്സിനെ കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരുന്ന ഒരു സോഴ്സ് ആണ് അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത്. അപ്പം അർത്ഥശാസ്ത്രയിലൂടെ കൗടില്യൻ അഡ്വക്കേറ്റ് ചെയ്യുന്നത് ഒരു സ്ട്രോങ് മൊണാർക്കിയാണ്. അപ്പൊ സ്ട്രോങ് മൊണാർക്കി എന്ന് പറയുന്നത് എന്താണ്, അവിടെ ഒരു എന്താണ് കിങ് ആണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ളത്. പക്ഷെ എന്താണ്, ഈ ഒരു അബ്സല്യൂട്ട് മൊണാർക്കിയെ അദ്ദേഹം ഫേവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ കൗടില്യ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? സ്ട്രോങ് മൊണാർക്കിയാണ്. അദ്ദേഹം അബ്സല്യൂട്ട് മൊണാർക്കി അല്ല ഫേവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ മനുസ്മൃതിയിൽ പറഞ്ഞു അവിടെ രാജാവിന് തീരുമാനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ബ്രാഹ്മൺസിന്റെ ഒരു പണ്ഡിത സഭയുടെ അഡ്വൈസ് കൂടി വേണമെന്നുള്ളത്. പക്ഷെ ഇവിടെ കൗടില്യൻ അർത്ഥശാസ്ത്രയിലൂടെ പറയുന്നത് രാജാവിനായിരിക്കും അവിടെ ഏറ്റവും എല്ലാ കാര്യങ്ങളിലും തീരുമാനം എടുക്കാനുള്ള ഒരു അധികാരം ഉണ്ടാവുക. രാജാവിന്റെ ഒരു വേർഡ് ആയിരിക്കും അവിടുത്തെ അവസാനത്തെ വാക്ക് എന്നുള്ള ഒരു കാര്യമാണ് അർത്ഥശാസ്ത്രയിലൂടെ കൗടില്യം പറയുന്നത്. ദെൻ ഈ ഒരു കിങ് ആൻഡ് ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡീല് ചെയ്യുന്ന ചാപ്റ്റേഴ്സിലെ കൗടില്യൻ ഒരു രാജാവ് അദ്ദേഹത്തിന്റെ ഒരു കാര്യങ്ങളെ അദ്ദേഹത്തിനെ സ്വയം നിയന്ത്രിക്കുന്നതിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയാവുന്ന കാര്യങ്ങളിൽ നിന്നും അദ്ദേഹം എങ്ങനെ ജാഗ്രത പാലിക്കണം എന്നതിനെ സംബന്ധിച്ചിട്ടും അതേപോലെ തന്നെ ഈ കൗൺസിലേഴ്സിനെയും പ്രീസ്റ്റിനെയും സെലക്ട് ചെയ്യുന്നതിൽ രാജാവ് എത്രത്തോളം ജാഗ്രത പാലിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അർത്ഥശാസ്ത്രയിലൂടെ കൗടില്യൻ പറഞ്ഞു തരുന്നുണ്ട്. ദെൻ സിവിൽ ലോ, ക്രിമിനൽ ലോ എന്താണ് എന്നുള്ളതും അതിനെ കുറിച്ചിട്ടും അദ്ദേഹം വിശദമായിട്ട് പറയുന്നു എന്നുള്ളതാണ്. അപ്പൊ സിവിൽ ലോ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഒരു സ്റ്റേറ്റിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ് സിവിൽ ലോ എന്ന് പറയുന്നത്. ഇനി ക്രിമിനൽ ലോ എന്താണ്? ക്രിമിനൽ ലോ എന്ന് വെച്ചാൽ രാജ്യത്തിനെതിരായിട്ട് അഥവാ സ്റ്റേറ്റിനെതിരായിട്ട് നടത്തുന്ന കാര്യങ്ങളൊക്കെ ഏത് രീതിയിൽ ഡീൽ ചെയ്യണം എന്നതിനെ സംബന്ധിച്ചിട്ടാണ് ക്രിമിനൽ ലോയിലും പറയുന്നത്. ദെൻ കൗടില്യനെ രാജാവിനോട് അദ്ദേഹം പല കാര്യങ്ങളിലും എത്രത്തോളം വിജിലന്റ് ആവണം എന്നതിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം നൽകുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ മിനിസ്റ്റേഴ്സിനെ ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് മെമ്പേഴ്സിനെ ഒക്കെ ആണെങ്കിലും സെലക്ട് ചെയ്യുന്നതിൽ എത്രത്തോളം ജാഗ്രത പാലിക്കണം. അതേപോലെ തന്നെ ഈ ഒരു അഴിമതി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടും അഴിമതിക്കെതിരെയും ഒക്കെ രാജാവിന് കൗടില്യൻ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പം കൈക്കൂലി ഒഴിവാക്കാനും ഒക്കെ ഒരു അർത്ഥശാസ്ത്രയിലൂടെ കൗടില്യൻ പറഞ്ഞു തരുന്നു എന്നുള്ളതാണ്. Then he suggested that through reward and punishment the king should set a standard for others to follow. then കൗടില്യൻ പറയുന്ന മറ്റൊരു കാര്യം, ഇപ്പൊ ആരെങ്കിലും നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് റിവാർഡ് കൊടുക്കണം. ഇനി ആരെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അവർക്ക് അതിന് പണിഷ്മെന്റ് കൊടുക്കണം എന്നുള്ളൊരു കാര്യം കൗടില്യൻ പറയുന്നുണ്ട്. ആൻഡ് കൗടില്യന്റെ അഭിപ്രായത്തില് കിങ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഏറ്റവും അവസാനത്തെ വാക്ക് എന്ന് പറയുന്നത് എന്താണ്, കിങ് ആണ്. കിങ്ങിന്റെ മുകളിൽ വേറെ ആവില്ല. പക്ഷെ കിങ് എന്തായിരിക്കരുത്, ധർമ്മയുടെ മുകളിലായിരിക്കരുത് എന്നുള്ളതാണ്.
അപ്പം ഹിയർ ധർമ്മ എന്ന് വെച്ചാൽ എന്താണ്, അവരുടെ ആചാരപരമായിട്ടുള്ള അവരുടെ ഒരു സാക്രഡ് ആയിട്ടുള്ള ലോസിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതുപോലെ തന്നെ ജനങ്ങളുടെ ഒരു വെൽഫെയർ, അതാണ് ധർമ്മ എന്ന് പറയുന്നത്. അപ്പൊ ഒരു രാജാവിന്റെ മെയിൻ ഡ്യൂട്ടി ആയിട്ട് ഇവിടെ കൗടില്യനും പറയുന്നത് എന്താണ്, അവരുടെ ആ ഒരു ആചാരങ്ങളൊക്കെ നല്ലപോലെ സംരക്ഷിക്കുക, അതേപോലെ തന്നെ രാജ്യത്തെ ജനങ്ങളുടെ വെൽഫെയർ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് കൗടില്യന്റെ അഭിപ്രായത്തില് രാജാവിന്റെ ഒരു പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത്. ദെൻ അർത്ഥശാസ്ത്രയിലൂടെ നമുക്ക് പല മറ്റു കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. അതായത് നെയ്ബറിംഗ് കൺട്രീസുമായിട്ടുള്ള സ്റ്റേറ്റ്സുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം, അത് ഫ്രണ്ട്ലി ആൻഡ് ഹോസ്റ്റൈൽ നെയ്ബേഴ്സ് ഉണ്ടാവില്ലേ, സോ ആ രണ്ട് ടൈപ്പ് ഓഫ് നെയ്ബേഴ്സിൽ നിന്നുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം, ദെൻ ആർമിയുടെ ഓർഗനൈസേഷൻ എങ്ങനെയായിരിക്കണം, സ്പൈ വർക്കുകൾ എങ്ങനെയായിരിക്കണം, അതിനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം നമുക്ക് ഒരു ചൂണ്ടിക്കാണിച്ചു, അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ കൗടില്യൻ നൽകുന്നു എന്നുള്ളതാണ്. The notion of welfare state is further strengthened in Arthashastra. The king is expected to protect agriculturals from oppression and to take care of the orphans, the aged and the helpless. അപ്പോൾ മനുസ്മൃതിയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു രാജാവിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ ജനങ്ങളുടെ വെൽഫെയർ ആണ്. അത് എത്ര പാവപ്പെട്ട ആളുകളെയും അതുപോലെ തന്നെ അഗ്രികൾച്ചറലിസ്റ്റ് ആയിട്ടുള്ള ആളുകളെയും അത്രയും ഒപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ഒക്കെ വെൽഫെയർ ആയിരിക്കണം ഒരു രാജാവിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് സന്തോഷപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം രാജാവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കൗടില്യൻ പറയുന്നത്. The happiness of his people should always be the concern of a wise king. Otherwise, he may lose people's support. A good king should take up welfare activities in the interest of all. അപ്പൊ ഒരു വൈസ് കിങ്ങിന്റെ ഒരു പ്രധാന കൺസേൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജനങ്ങളുടെ ആ ഒരു സന്തോഷമായിരിക്കും, അവരുടെ ഒരു അവർക്ക് എന്താണോ ആവശ്യം അതായിരിക്കണം ഒരു വൈസ് കിങ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ജനങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. According to Kaudilya, in the happiness of his subject lies the happiness of a king. In their welfare, his welfare. The king shall consider it as good, not what pleases himself, but what pleases his subject. അപ്പം ഒരു രാജാവിന്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, അദ്ദേഹത്തിന്റെ ആ ഒരു ജനങ്ങളുടെ ഹാപ്പിനെസ് ആയിരിക്കണം, അവരുടെ വെൽഫെയർ ആയിരിക്കണം അദ്ദേഹത്തിന്റെ വെൽഫെയർ. അപ്പം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്കല്ല അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, മറിച്ച് ജനങ്ങളുടെ കാര്യങ്ങൾക്കാണ് എന്നുള്ളതാണ് കൗടില്യൻ പറയുന്നത്. ദെൻ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ദണ്ഡ എന്നുള്ളത്. അപ്പൊ ദണ്ഡ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊയേഷൻ അല്ലെങ്കിൽ പണിഷ്മെന്റ് എന്നുള്ളതാണ്. അപ്പൊ ഒരു സ്റ്റേറ്റിന് അവർ എത്രത്തോളം സാക്രഡ് ആയിട്ട് കൊണ്ട് നടക്കുന്ന ലോസും അവരുടെ ആചാരപരമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ഡിനൈ ചെയ്താല് ആ ആളെ പണിഷ് ചെയ്യാനുള്ള അധികാരം രാജാവിനുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ദണ്ഡ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിലൂടെ ഒരു രാജ്യത്തുള്ള എല്ലാ പൗരന്മാരിലും ആ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാന് സാധിക്കും എന്നുള്ളതാണ് കൗടില്യൻ പറയുന്നത്. അപ്പം ദണ്ഡ എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അർത്ഥശാസ്ത്രയില് പറയുന്നത്. ഇനി നെക്സ്റ്റ് ദ ബുദ്ധിസ്റ്റ് കനോണിക്കൽ ലിറ്ററേച്ചർ ആണ്. അപ്പം ഈ ഒരു ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിലൂടെ പറയുന്നത് എന്താണ്, suggest that a monarch should rule on the basis of the law of truth and righteous. അപ്പം സത്യത്തിന്റെയും ആ ഒരു നീതിയുടെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരു രാജാവ് ഭരിക്കേണ്ടത്. And he should not allow any wrong doing in his kingdom and should look after the poor. അപ്പം തെറ്റ് ചെയ്യുന്നവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുക, അതിനൊരിക്കലും സമ്മതിക്കാതെ രാജ്യത്ത് അശരണരായിട്ടുള്ള ആളുകളുടെ വെൽഫെയറിനായിരിക്കണം രാജാവ് മുൻതൂക്കം നൽകേണ്ടത് എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഒരു ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിൽ പറയുന്നുണ്ട്. അപ്പം ഓൾമോസ്റ്റ് എല്ലാ ലിറ്ററേച്ചേഴ്സിലൂടെയും പറയുന്നത് എന്താണ്, ഒരു രാജാവിന്റെ മെയിൻ ഡ്യൂട്ടി അവിടുത്തെ ജനങ്ങളുടെ വെൽഫെയർ ആണ് എന്നുള്ളതാണ്. A king was considered as a chosen leader of the people and his important duty was to protect his people and to punish the wrongdoers. അപ്പം ജനങ്ങളാണല്ലേ രാജാവിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഈ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജാവ് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം, അതോടൊപ്പം തന്നെ തെറ്റ് ചെയ്യുന്നവരെ പണിഷ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിലൂടെ പറയുന്നുണ്ട്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഘം ലിറ്ററേച്ചർ ആണ് തിരുക്കൂറൽ. ഇത് കമ്പോസ് ചെയ്തിട്ടുള്ളത് തിരുവള്ളുവരാണ്. അപ്പം തിരുവള്ളുവരുടെ ഈ ഒരു തിരുക്കൂറലിൽ നമുക്ക് പ്രധാനപ്പെട്ട പല ഇൻഫർമേഷൻസും നൽകുന്നുണ്ട്. Then this talks about an educated army.
ആർമിയെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട്. ആൻഡ് ഇൻഡസ്ട്രിയസ് പീപ്പിൾ, ആംബിൾ ഫുഡ്, റിസോഴ്സസ്, wise and alert ministers, aligns with the foreign powers and dependable fortifications as essentials of a state. അപ്പം ഒരു സ്റ്റേറ്റിന്റെ എസെൻഷ്യൽസ് ആയിട്ട് വേണ്ട പല കാര്യങ്ങൾ, അഡിക്വേറ്റ് ആയിട്ടുള്ള ആർമി, ഇൻഡസ്ട്രീസ് ആയിട്ടുള്ള പീപ്പിൾസ്, ആംബിൾ ഫുഡ്, റിസോഴ്സസ്, ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അത്രയും വൈസ് ആൻഡ് അലേർട്ട് ആയിട്ടുള്ള മിനിസ്റ്റേഴ്സ്, ദെൻ ഫോറിൻ അഥവാ പവേഴ്സുമായിട്ടുള്ള ഒരു അലയൻസുകള്, ഇതൊക്കെ ഒരു സ്റ്റേറ്റിന് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് തിരുവള്ളുവർ പറയുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ മെൻഷൻസ് കിങ്സ് ക്വാളിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ മിനിസ്റ്റേഴ്സ്, importance of spies to keep watch on various activities within the state, diplomacy, etc. അതോടൊപ്പം തന്നെ ഒരു രാജാവിന്റെ മെയിൻ ഡ്യൂട്ടീസ് എന്തൊക്കെയായിരിക്കണം, അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, മിനിസ്റ്റേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, സ്പൈസിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഡിപ്ലോമസി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. So, monarchy was predominant in the ancient Indian polity. Reference to republic are also found in literary traditions. So, മെയിൻ ആയിട്ട് ഏഷ്യൻ ഇന്ത്യയിൽ ഒരു മൊണാർക്കി ആയിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നെങ്കിലും കൂടിയിട്ട് നമുക്ക് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ് പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. അപ്പം അതിനുള്ള എക്സാമ്പിൾ ആയിട്ട് പല ലിറ്റററി വർക്ക്സിലൂടെയും അതിനുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ഒരു എവിഡൻസ് നൽകുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഗ്രീക്ക് ആൻഡ് റോമൻ അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. Then Buddhist Pali Canon tells us about the existence of many republics, mainly in the foothills of Himalaya and in North Bihar. അപ്പം നോർത്ത് ബീഹാറിലും ഹിമാലയൻ ഫൂട്ട്ഹിൽസിലുമുള്ള നിരവധി റിപ്പബ്ലിക്സ് ഉണ്ടായതായിട്ട് നമുക്ക് ഒരു ബുദ്ധിസ്റ്റ് പാലി കനോണിലൂടെ പറയുന്നുണ്ട്. Then from Panini's account, we find reference to the process of decision making through voting. ഈ മൊണാർക്കി, വെൽഫെയർ സ്റ്റേറ്റ്, പബ്ലിക് ഒപ്പീനിയൻ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ഡിപ്ലോമസി, സ്പൈ വർക്ക്, ഇങ്ങനെയുള്ള പല കോൺസെപ്റ്റിനെ കുറിച്ചിട്ടും നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പം അതോടൊപ്പം തന്നെ ഡെമോക്രാറ്റിക് ഗവൺമെന്റിനെ കുറിച്ചിട്ടുള്ള ഒരു സൂചനകളും നമുക്ക് ഈ ഒരു ഏഷ്യൻ കാലഘട്ടത്തിൽ നിലനിന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റും. അതിനുള്ള എക്സാമ്പിൾ ആണ് പാണിനിയുടെ വർക്ക്. അപ്പം പാണിനിയുടെ ഒരു വർക്കില്, പാണിനിയുടെ വർക്കില് ആ ഒരു വോട്ടിങ്ങിലൂടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. Then in the Buddhist literature we find rules concerning the voting in monastic assemblies, their membership and their quorums. ഇപ്പം മൊണാസ്റ്റിക് അസംബ്ലീസിലെ അവിടുത്തെ വോട്ടിങ്ങിനെ സംബന്ധിച്ചിട്ടും അവിടുത്തെ മെമ്പർഷിപ്പിനെ സംബന്ധിച്ചിട്ടും മിനിമം മെമ്പേഴ്സിനെ കുറിച്ചിട്ടും ഒക്കെ കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട്. അപ്പം ആ ഒരു നിയമങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് എന്താണ്, ആ ഒരു ഡെമോക്രാറ്റിക് ഫോം മുമ്പ് തന്നെ ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. All this points to the fact that democratic values and public opinion were very much respected in the ancient political tradition, in spite of the dominant trend of monarchical government. അപ്പം ഒരു മൊണാർക്കിയൽ ഗവൺമെന്റിന് പുറമെ അവിടെ എന്താണ്, ഒരു ഡെമോക്രാറ്റിക് വാല്യൂസും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഒരു ഒപ്പീനിയൻ ഒക്കെ മാനിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇവിടെ നമ്മളിപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഏഷ്യൻ ഇന്ത്യയില് നമ്മളുടെ ഈ ഒരു കോൺസെപ്റ്റുകൾ, ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള പല ചിന്തകൾ, ആശയങ്ങൾ ഓൾറെഡി നിലവിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പം ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഏഷ്യൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കുറച്ച് ലിറ്ററേച്ചേഴ്സ്, അതിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയ ചിന്തയെ കുറിച്ചിട്ടുള്ള അവരുടെ വ്യൂസ് എന്തൊക്കെയാണ്, അവരെന്തൊക്കെ കോൺസെപ്റ്റുകളാണ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത് എന്നായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ നമ്മൾ ഫസ്റ്റ് മനുസ്മൃതിയെ കുറിച്ച് പറഞ്ഞു, ദെൻ അർത്ഥശാസ്ത്രം, ദെൻ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ, ദെൻ തിരുക്കുറൽ. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലാസ്സിലെ ഈ യൂണിറ്റിനെ തന്നെ അടുത്തൊരു പാർട്ടുമായിട്ട് കാണാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.